പ്രതിഷേധത്തിൽ യുദ്ധക്കളമായി മാറി അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനം. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അത് കണ്ടപ്പോ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ല. അത്രയും നേരവും ഞാനൊരു ഇന്റർനെറ്റ് പോരാളിയായിരുന്നു. വെറുതെ വിടില്ല ഞാൻ. ഈ മേനകയും എന്റെ സംഘടനയും ഉള്ളിടത്തോളം കാലം പീഡനത്തിനിരയാവില്ല. ആരിങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി? ഞാൻ എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു, ഞാൻ എല്ലാം റീഷെയർ ചെയ്യുമായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ബോദറിംഗ് മൈ ബ്രെയിൻ ആസ് എ സിറ്റിസൺ ഓഫ് ദ കൺട്രി ദാറ്റ് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ കൺട്രി. ഞാൻ നിന്നില്ല, നിൽക്കാൻ പറ്റില്ല. എനിക്കിത് വാങ്ങിക്കൊടുക്കണ്ട. എന്തൊക്കെ സ്വാതന്ത്ര്യം ഒരാള് പോലും അവിടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാ പാടല്ലേ. അവരുടെ കയ്യിൽ ഒന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ലീഡേഴ്സിന്റെ പിക്ചർ, റോസാപ്പൂ, ഫ്ലാഗ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവരെല്ലാരും പെരുമാറുന്നത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇവിടെ വന്ന ഇവിടുത്തെ എൻവയൺമെന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ രാജ്യത്തെ യുവാക്കളാണ് ഇവിടെ. എന്താണിത്? പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ മറച്ചിട്ടുകൊണ്ട് പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനങ്ങൾ പ്രതിഷേധക്കാർ ആക്രമിച്ചിട്ടുണ്ട്. ബസ്, ഡൽഹി പോലീസിന്റെ ബസ് ആക്രമിച്ച് കല്ലെറിഞ്ഞ് തകർത്തിരിക്കുന്നു. റോസാപ്പൂ, ഫ്ലാഗ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവരെല്ലാരും പെരുമാറുന്നത്. സംശയമൊന്നുമില്ലല്ലേ? വലിയ തോതിലുള്ള ആക്രമണം ഡൽഹി പോലീസിന്റെ വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 4 വാഹനങ്ങൾ പൂർണ്ണമായും ഈ സംഘർഷത്തിനിടെ തകർത്തിരിക്കുകയാണ്. അവൻ അങ്ങനെ പറഞ്ഞു. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. മീഡിയ ഫേസിന് വേണ്ടി ഡൽഹിയിൽ പോയി ചെലക്കുന്ന ഇവള് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നടക്കുന്ന PSC അഴിമതികളെ കുറിച്ച് യാതൊരു രീതിയിലുള്ള സംസാരവും ഉണ്ടാക്കിയിട്ടില്ല. എന്താ ഉറക്കം വരുന്നു? വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് ഇഴയുന്നത് കണ്ടിട്ടും യാതൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കലാപം ഉണ്ടാക്കാൻ വേണ്ടി മീഡിയ ആഹ്വാനം ചെയ്യുന്ന ഇവളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് നല്ല ഇടിയിരിക്കണം എന്ന് തന്നെയാണ് ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ തന്നെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാം? മൂട്ടിലും മുളക് തേച്ച് മുക്കാലി കെട്ടി ചാട്ടവാറിനടിച്ച് ചവിട്ടിക്കൂട്ടി റോട്ടിലെ കുഴിയിലിട്ട്